അപകടം പതിയിരിക്കുന്ന റെയിൽവേ പാളം മുറിച്ചു കടന്ന് സ്കൂളിലേക്ക് എത്തേണ്ട ഗതികേടുണ്ട് കുറെ കുട്ടികൾക്ക്. മലപ്പുറം വണ്ടൂർ കാപ്പിൽ കാരാട് ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് എത്താനാണ് 500-ലേറെ വിദ്യാർത്ഥികൾ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നത്. അടിപ്പാത വേണമെന്ന ദീർഘകാലത്തെ ആവശ്യം ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. കാപ്പിൽ കാരാട് ഹൈസ്കൂളിലെ അധ്യാപകരുടെ ഡ്യൂട്ടികളിൽ ഒന്നാണിത്. ഈ വിദ്യാർത്ഥികളെ റെയിൽവേ പാളം കടക്കാൻ സഹായിക്കണം. രാവിലെയും വൈകിട്ടും ഈ ഡ്യൂട്ടികളിൽ ഒന്നാണിത്. ഈ ദുരവസ്ഥ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു അടിപ്പാത വേണമെന്ന് ഈ നാടിന്റെ ആവശ്യമാണ്. പക്ഷേ ഇപ്പോഴും അത് എവിടെയും എത്തിയിട്ടുമില്ല. റെയിൽവേ പാളം മുറിച്ചു കടക്കാൻ പാടില്ല എന്നുള്ളതാണ് എപ്പോഴുമുള്ള നിർദ്ദേശം. പക്ഷേ ഇവരുടെ മുന്നിൽ സ്കൂളിലേക്കെത്താൻ മറ്റു വഴികളില്ല. കാപ്പിൽ കാരാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളും വരുന്നത് റെയിൽവേ പാളത്തിന് അപ്പുറമുള്ള കാരാട് ദേശത്തിൽ നിന്നാണ്. രാവിലെയും വൈകിട്ടും അധ്യാപകർ ഇവിടെ കാവൽ നിൽക്കും. അങ്ങനെയാണ് വിദ്യാർത്ഥികൾ റെയിൽപാളം മുറിച്ചു കടന്ന് സ്കൂളിലേക്ക് എത്തുന്നത്. നിലമ്പൂർ ഷൊർണൂർ റെയിൽപാതയിൽ നിരന്തരം ട്രെയിൻ സർവീസ് ഇല്ലാത്തത് ഭാഗ്യമെന്നേ പറയേണ്ടൂ. പാത വൈദ്യുതീകരിച്ചതോടെ ട്രെയിനുകളുടെ വേഗത കൂടി ശബ്ദം കുറഞ്ഞു. അത് നാട്ടുകാരുടെ ഭീതി കൂട്ടുന്നുണ്ട്. അടിപ്പാത വേണമെന്ന ആവശ്യത്തിന് ദീർഘകാലത്തെ പഴക്കമുണ്ട്. അതിനുള്ള പാരിസ്ഥിതിക സാഹചര്യവും റെയിലിനോട് ചേർന്നുണ്ട്. നാട്ടുകാരുടെ അപേക്ഷ പരിഗണിച്ച റെയിൽവേ അടിപ്പാതയ്ക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകി. 5 കോടിയോളം രൂപ വരും. ഇനി ഇടപെടൽ നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. MP-യും MLA-യും അടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് 2 പ്രദേശമായിട്ട് കിടക്കുന്ന കാരാട് കേരാമ്പാടം പ്രദേശങ്ങളാണ്. ഇതിൻ്റെ നടുക്കായിട്ട് ഞങ്ങൾക്കൊരു റെയിലിൻ്റെ നിലമ്പൂർ ഷൊർണൂർ പാത ഇതിൽ പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഹൈസ്കൂളുണ്ട്. അതിൽ പകുതിയിലേറെ കുട്ടികളും ഈ റെയിൽ മുറിച്ച് കടന്നിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു അടിപ്പാതയാണ്. നമുക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ 2 മാസം മുന്നേ MLA ഇവിടെ വന്ന് സന്ദർശിച്ചിരുന്നു നമ്മൾ അനിൽകുമാർ സാറ്. അത് വന്നത് MP-യുമായിട്ട് അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എത്രത്തോളം ആയിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. റെയിൽവേ ട്രാക്ക് വൈദ്യുതീകരിച്ചതോടെ ഇരുവശവും വേലി കെട്ടി തിരിക്കുമോ എന്നുള്ള ആശങ്കയും ജനങ്ങൾക്കുണ്ട്. അങ്ങനെ വന്നാൽ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല നാടിനെ മുഴുവൻ ബാധിക്കും. അംഗനവാടി, റേഷൻ കട തുടങ്ങി ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇരുവശങ്ങളിലുമായാണ്. കാരാട്, പാലാമടം, അമ്പാടി ദേശങ്ങളിൽ നിന്നെല്ലാമുള്ള ജോലിക്കാരും വളരെ ബുദ്ധിമുട്ടും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോന്നാൽ സ്കൂളിലെത്തുന്നവരെ മാതാപിതാക്കൾക്ക് ഭയങ്കര ആദിയാണ്. കാരണം കുട്ടികൾ റെയിൽവേ ക്രോസ് ചെയ്തോ എന്നുള്ള ഒരു പ്രയാസത്തിലാണ്. നല്ല ടെൻഷൻ തന്നെയാണ്. എന്താ വെച്ചെങ്കിൽ നമുക്ക് ട്രെയിനിൻ്റെ സൈറൻ കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നെഞ്ചിന്നൊരു കാളലാണ്. എന്താ വെച്ചാൽ മക്കളിങ്ങനെ പോകുക എന്ന് പറയുമ്പോൾ പിന്നെ നിൽക്കുക 2 ടീച്ചർമാർ അപ്പുറത്തുപ്പുറത്ത് നിൽക്കുന്നതിൻ്റെ ഒരു സമാധാനത്തിലാണ്. ഇപ്പം ഞാനെന്നല്ല, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന 500 ചില്ലറ മക്കളുണ്ട്. അവരുടെ ഒക്കെ പേരൻസും നിൽക്കുന്നത് ആ ഒരു സമാധാനത്തിലാണ്. അടിപ്പാത വേണമെന്ന ആവശ്യവുമായി ചെന്നു കാണാത്ത അധികാരികളില്ല, നൽകാത്ത അപേക്ഷകളുമില്ല. ഈ വഴിയില്ലെങ്കിൽ പിന്നെ കിലോമീറ്ററുകളോളം എതിർവശത്തെത്തണമെങ്കിൽ സഞ്ചരിക്കണം. എത്രയും വേഗം ഒരു അനുകൂല നടപടി വേണമെന്നാണ് ഒരു പ്രദേശത്തിന്റെ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ വലിയ ആവശ്യം. മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ് ഈ കുട്ടികൾ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നത്. ഇവിടെ അടിപ്പാത നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള റെയിൽവേയുടെ എസ്റ്റിമേറ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി അതിന് മുൻകൈയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതിനൊപ്പം തന്നെ ഈ റെയിൽവേ പാളത്തിനോട് ചേർന്ന പ്രദേശങ്ങൾ വേലികെട്ടി മറയ്ക്കുമോ എന്നുള്ള ചിന്തയും ഈ ഒരു നാടിനെ അലട്ടുന്നു. അർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഒരടിപ്പാത എന്നത് കാരാടുകാരുടെ ദീർഘനായുള്ള ആവശ്യമാണ്. സ്കൂൾ കുട്ടികൾ റെയിൽവേ പാളം മുറിച്ചു കടക്കുമ്പോൾ നെഞ്ചിടിപ്പോടെയാണ് അധ്യാപകരും രക്ഷിതാക്കളും നോക്കി നിൽക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മളെയും ആശങ്കപ്പെടുത്തുന്നതാണ്. പാളം മുറിച്ചു കടക്കാൻ പാടില്ലെന്ന നിർദ്ദേശം കൂടി വന്നതോടെയാണ് ഇവർക്ക് വഴിമുട്ടുന്നത്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. പരാതി കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. ഇനി അത്യാവശ്യമായിട്ട് അടിപ്പാത, അത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് ഞങ്ങളെ സഹായിക്കാൻ. വണ്ടി വരുന്ന അറിയില്ല എന്നല്ല, ഈ ഇലക്ട്രിക് ട്രെയിൻ വന്നതോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്നത്. ഈ സൗണ്ട് തന്നെ പറ്റ കുറവാണല്ലോ. അതാണ് ഇപ്പോൾ ഈ ഏറ്റവും വലിയ പ്രയാസം തന്നെ കുട്ടികളെ അങ്ങോട്ടുള്ള പോക്ക്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ടീച്ചർമാർ ഇവിടെ ഉണ്ടാവും. പിന്നെ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ ടീച്ചർമാർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഓരോ ദിവസങ്ങൾക്ക് ഓരോ ടീച്ചർമാരെ നിയമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രയാസം ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അടിപ്പാത വന്നില്ല വെച്ചാൽ ഞങ്ങൾക്ക് നടക്കാനൊരു വഴി കിട്ടിയില്ലെന്ന്. അത് കിട്ടിയേ പറ്റുള്ളൂ. ഒരു വിട്ടുവീഴ്ചയില്ല, മാപ്പുമില്ല, ഒന്നുമില്ല. ഞങ്ങൾക്കിത് കിട്ടി തന്നേ പറ്റൂ.
ഇതിന് ഞങ്ങൾ ഒരിക്കലും അടങ്ങി നിൽക്കുന്ന പരിപാടിയില്ല. ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ ഇവിടെ റെയിൽവേ, ഞാൻ പറഞ്ഞതാണ് ഇവരോട്,